വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ 3ാം ക്ലാസ്സിലെ മക്കളെല്ലാം 4ാം ക്ലാസ്സിലേക്ക് ആയില്ലേ? എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയോ? അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളമാണ്. മലയാളത്തിലെ ആദ്യത്തെ അധ്യായം ചിറക് വിരിച്ച്. ആ ചിറക് വിരിച്ച് എന്നുള്ള അധ്യായത്തിൽ വരുന്ന ഭാഗങ്ങൾ മണ്ണാങ്കട്ടയും കരിയിലയും, അരികെ അകലെ. അപ്പോൾ അതിനകത്ത് വരുന്ന ചിറകുള്ള ബസ്, മണ്ണാങ്കട്ടയും കരിയിലയും, മുന്നറിയിപ്പ്, വട്ടത്തിൽ ചവിട്ടുമ്പോൾ ഹലോ, ഉറക്കെ പാടൂ തുടങ്ങിയ പാഠഭാഗങ്ങൾ നമുക്ക് നോക്കണം. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കാം. പാഠം 1 ചിറകു വിരിച്ച്. അവിടെ ഭംഗിയുള്ളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു കാണുമല്ലോ, നല്ല ചിത്രം. ആ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്സും വിനോദയാത്രയ്ക്ക് പോകുന്ന സ്ഥലങ്ങളും കൂടാതെ കുട്ടികൾ, മഴവില്ല് ഒക്കെ ഉണ്ട്. ഈ അധ്യായത്തിലെ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് വ്യത്യസ്ത യാത്രാനുഭവങ്ങൾ വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്കും യാത്ര ഇഷ്ടമാണ്, യാത്രാ വിവരണങ്ങളും ഇഷ്ടമാണ്. യാത്രയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളും മനസ്സിൽ ആഴത്തിൽ പതിയണമെന്നില്ല. ചില അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുടക്കും. അത് പിന്നെ എന്താവും, നമുക്കൊരു അനുഭൂതിയായിട്ടുള്ളിൽ നിറയുകയും ചെയ്യും. ചിത്രം നോക്കിയേ. ചിറകുള്ള ബസ്. ബസ്സിന് ചിറകുണ്ടോ? ഇല്ലല്ലേ. വിനോദയാത്രയ്ക്ക് പോകുന്ന കുട്ടികളുടെ കൈകളാണ് ബസ്സിന്റെ ചിറകുകൾ. അവരാടിയും പാടിയും ഉല്ലസിച്ചും കൈകൾ വീശുന്നതിനെയാണ് ബസ്സിന് ചിറക് വന്നു എന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ. നമുക്ക് വായിച്ചു നോക്കിയാലോ. ചിറകുള്ള ബസ്. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. ചിറകുള്ള ബസ് വിഷ്ണുപ്രസാദാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിറകുള്ള ബസ് എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണിത്. അപ്പോൾ വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സാണോ? അല്ല. കുട്ടികൾ എപ്പോഴും അവരുടെ കൈ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അത് ബസ്സിന് മുളച്ച ചിറകുകളാണെന്നാണ് തോന്നുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിൽ നോക്കൂ. നമ്മുടെ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ കുട്ടികൾ വഴിയിൽ കാണുന്ന എല്ലാവരോടും കൈവീശി കാണിക്കുന്നു. അവരും തിരിച്ച് കൈവീശി കാണിക്കുന്നത് നമുക്ക് ചിത്രത്തിൽ കാണാം. നമുക്ക് പാഠഭാഗ ചോദ്യം നോക്കിയാലോ. ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ. കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഉത്തരം എഴുതാം. ബസ്സിന് ചിറക് മുളയ്ക്കുന്നു എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അതിലെ യാത്ര ചെയ്യുന്നവരുടെ കൈകൾ സന്തോഷത്താൽ വീശിക്കളിക്കുന്നു എന്നതിനെയാണ്. അതിൽ സഞ്ചരിക്കുന്നവരുടെ ആഹ്ലാദവും ആനന്ദവുമാണ് ഇവിടെ കവിതയിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, സഞ്ചരിക്കുന്ന ബസ്സിന്റെ വേഗതയെയും നമുക്ക് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കാം. വേഗത കൂടുമ്പോഴാണല്ലോ പറക്കുന്നതായി നമുക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് അർത്ഥം വെക്കാം. ബസ്സിലെ യാത്രക്കാരുടെ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള പ്രതീക്ഷയായും ചിറക് മുളച്ചു എന്ന പ്രയോഗം മാറുന്നു. അടുത്ത പേജ് നോക്കൂ. മണ്ണാങ്കട്ടയും കരിയിലയും. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. അത് നമുക്കറിയാമല്ലേ. നമ്മൾ കാണണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ യാത്ര പോയി കാണാൻ കഴിയണമെന്നില്ല. അതിൽ പലതും കാണാതെ പോകാം. എന്നാൽ നമ്മൾ വിചാരിക്കാത്ത പലതും കണ്ടെന്നും വരാം. അത് ശരിയാണ്. അപ്പൊ നമുക്ക് വായിച്ചാലോ. മുന്നറിയിപ്പ്. അക്കിത്തത്തിന്റെ കുട്ടിക്കവിതകൾ എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല. കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. അപ്പോ കവി എന്താണ് പറയുന്നത്? കാഴ്ചകൾ കാണാൻ വിനോദയാത്രയ്ക്ക് പോകുന്നവരോടൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ എന്ത് കാണണമെന്ന് വിചാരിക്കുന്നതോ അതൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്യും. കടല് കാണാൻ പോയിട്ട് എനിക്ക് തിരമാലയാണ് കാണാൻ കഴിഞ്ഞത്. കപ്പൽ കാണാൻ പോയിട്ടോ കണ്ടത് കപ്പലിലുള്ള മണിമേടയാണ്. കപ്പൽ കാണാൻ കഴിഞ്ഞില്ല. പിന്നെയോ കാടു കാണാൻ പോയിട്ട് കണ്ടതോ നീളേ മരമാണ്. കാണാൻ ചെന്നത് വാരിക്കുഴിയാണ്. പക്ഷേ കണ്ടതോ കൂറ്റൻ കിണറാണ്.
അങ്ങനെ കാഴ്ചകൾ കാണാൻ പോകുന്നവരോടൊരു കാര്യം പറഞ്ഞേക്കാം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണത്തില്ല എന്നാണ് അക്കിത്തം പറയുന്നത്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. കവിത താളത്തിൽ ചൊല്ലൂ. അപ്പൊ നിങ്ങളും കൂട്ടുകാരുമൊത്ത് താളത്തിൽ കവിത ചൊല്ലുമല്ലോ. ചോദ്യം 2, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല, കവി ഇങ്ങനെ പറയാൻ കാരണമെന്താവും? ചിത്രം കൂടി പരിശോധിച്ച് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതിയാലോ. യാത്രകളിലെ പല കാഴ്ചകളും അപ്രതീക്ഷിതവും നമുക്ക് അത്ഭുതങ്ങളും വിസ്മയങ്ങളും നൽകുന്നതുമായിരിക്കും. കവിതയിൽ തന്നെ കവി അതിനൊട്ടേറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കടലു കാണാൻ പോയിട്ട് കണ്ടത് തിരമാലകളാണെന്നും കപ്പല് കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ മണിമേടയാണെന്നും കാടുകൾ കാണാൻ പോയിട്ട് കണ്ടത് ഒരുപാട് മരങ്ങളാണെന്നും വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ കിണറാണെന്നും കവി പറയുന്നു. ഇവിടെ കാണാൻ ചെന്ന കാര്യം തന്നെയാണ് കണ്ടതെങ്കിലും അത് പ്രതീക്ഷയ്ക്ക് അതീതമായതുകൊണ്ടാണ് കവി ഇത്തരത്തിൽ പറയുന്നത്. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്ന് കവി പറയുന്നതിന് കാരണവും ഇതുതന്നെയാണ്. അടുത്ത ചോദ്യം നോക്കാം. കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? അപ്പൊ കവിതയിൽ മുന്നറിയിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് എഴുതിയാലോ. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്നാണ് കവി പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള കാഴ്ചകളെ കാണാം എന്ന മുന്നറിയിപ്പാവാം കവി യാത്രക്കാർക്ക് നൽകുന്നത്. ഇതിന്റെ അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.